പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നമുക്ക് ഭൗതിക ശാസ്ത്രത്തിലെ, അതായത് ഫിസിക്സിലെ പ്രകൃതിയിലെ ബലങ്ങൾ എന്ന ഭാഗത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ദ്രാവക തുള്ളികൾ ഗോളരൂപം പ്രാപിക്കാൻ സഹായിക്കുന്നത് ഡാഷ് ബലമാണ്. പ്രതല ബലം. പ്രതല ബലത്തിന് അടിസ്ഥാനം ദ്രാവക തന്മാത്രകളിലെ ഡാഷ് ബലമാണ്. കൊഹിഷൻ ബലം. കൊഹിഷനും അഡ്ഹിഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൊഹിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. എന്നാൽ അഡ്ഹിഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. അതൊന്നും കൂടെ പുറകിലേക്ക് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം പ്രതലബലമാണ്. പ്രതലബലത്തിന് അടിസ്ഥാനം ദ്രാവക തന്മാത്രകളിലെ കൊഹിഷൻ ബലമാണ്. ഇനി വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഡാഷ് അഡ്ഹിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു കൊഹിഷനും അഡ്ഹിഷനും. ഇതുകൂടാതെ ഇതൊന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണത്തെ ഡാഷ് എന്ന് പറയുന്നു. ശ്യാനബലം. ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണത്തെയാണ് ശ്യാനബലം എന്ന് പറയുന്നത്. ഇനി രക്തം തണുക്കുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു. രക്തം തണുക്കുമ്പോൾ വിസ്കോസിറ്റി കൂടുന്നു. സാധാരണ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയണമെങ്കിൽ അതിനെ ചൂടാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ വഴിയെ പറയുന്നുണ്ട് അതിനെപ്പറ്റി. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ. പാലിൻ്റെ പരിശുദ്ധി പരിശോധിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇനി പരിക്രമണ കാലം 24 മണിക്കൂർ ആയിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇനി ഭൂഗുരുത്വാകർഷണ ത്വരണം മൂലമുള്ള ജിയുടെ മൂല്യം, സ്മോൾ ലെറ്റർ ജിയുടെ മൂല്യം ഡാഷ് ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അത് വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വില 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ കെ ജി സ്ക്വയർ. അപ്പം സ്മോൾ ലെറ്റർ ജിയുടെ വില 9.8ഉം ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ വില 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ കെ ജി സ്ക്വയർ. ഇത് രണ്ടും മാറിപ്പോകരുത്. ഭൂകേന്ദ്രത്തിലെ ജിയുടെ മൂല്യം സാധാരണ ഭൂകേന്ദ്രത്തിലല്ലാത്ത എല്ലാ സ്ഥലത്തും 9.8 വരുന്നു. പക്ഷേ ഭൂകേന്ദ്രത്തിലെ ജിയുടെ മൂല്യം 0ആണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതൊന്നും കൂടെ പറയുന്നു, പാസ്കൽ. അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന മർദ്ദമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ബാർ. അപ്പം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ബാർ. ഇനി വിളക്കിലെ തിരി എണ്ണ വലിക്കുന്നത് ഡാഷ് മൂലമാണ്, അതായത് കേശികത്വം മൂലമാണ്. അപ്പോൾ ഇവിടെ കേശികത്വം എന്താണെന്നൊന്ന് പറയുന്നുണ്ട്. ഭൂഗുരുത്വത്തെ അവഗണിച്ച് സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടി മുകളിലേക്ക് കയറിപ്പോകാനുള്ള ദ്രാവകങ്ങളുടെ കഴിവാണ് കേശികത്വം. ഭൂഗുരുത്വത്തെ അവഗണിച്ച് നമ്മൾ പറഞ്ഞു ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം താഴേക്ക് വീഴുന്നത്. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണെന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ. അതുപോലെ എല്ലാം ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്. അല്ലെങ്കിൽ എല്ലാം മുകളിലേക്ക് പോകേണ്ടതായിരുന്നു എന്ന്. അപ്പം ഈ താഴേക്ക് പോകുന്നതിന് പകരം ദ്രാവകങ്ങൾ മുകളിലേക്ക് കയറുന്നില്ലേ, അതാണ് കേശികത്വം. അത് ഭൂഗുരുത്വത്തെ അവഗണിച്ച് സൂക്ഷ്മ സുഷിരങ്ങളിൽ, അല്ലാണ്ട് വെറുതെ മുകളിലേക്കും കയറത്തില്ല, സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടി മുകളിലേക്ക് കയറി പോകാനുള്ള ദ്രാവകങ്ങളുടെ കഴിവാണ് കേശികത്വം. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്നേഹകങ്ങൾ, ഇംഗ്ലീഷിൽ ലൂബ്രിക്കൻസ് എന്നുണ്ട്. ഇനി ഖരരൂപത്തിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്.
ദ്രാവക രൂപത്തിലുള്ള സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ് എൻജിൻ ഓയിൽ, ആവണക്കെണ്ണ ഒക്കെ. ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. വിസ്കസ് ദ്രാവകങ്ങൾ. വിസ്കസ് ദ്രാവകങ്ങൾക്ക് ഉദാഹരണമാണ് തേന്, നെയ്യ്, ഓയില്, ഗ്ലിസറിനൊക്കെ. ഈ വിസ്കസ് ദ്രാവകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവ നമ്മളൊരു പ്രതലത്തിൽ ഒഴിച്ചാൽ പെട്ടെന്നങ്ങ് പരന്നൊഴുകത്തില്ല, പതുക്കിയേ പരന്നു പോകത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ പാലും സാധാരണ വെള്ളമൊക്കെ ആണെങ്കിൽ ഒഴിച്ച ഉടനെ പരന്നങ്ങ് പോകത്തില്ലേ, ഒഴുകിപ്പോകില്ലേ. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ പെട്ടെന്ന് ഒഴുകിപ്പോകാറില്ല. വിസ്കോസിറ്റി കുറഞ്ഞവ പെട്ടെന്ന് ഒഴുകിപ്പോകും, അതായത് പരന്നു പോകും പ്രതലത്തിൽ ഒഴിച്ചാൽ. ഇനി ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു ബലമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. ഇനി ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം ഡാഷാണ് അഡ്ഹീഷൻ ബലം. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. അപ്പം ജലതന്മാത്രയും ജനൽ ഗ്ലാസോ ചില്ലുമല്ലേ, അപ്പം ജലത്തുള്ളികളും ജലതന്മാത്രകളും ഗ്ലാസിൻ്റെ തന്മാത്രകളും തമ്മിലുള്ള ആകർഷണം, അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അഡ്ഹീഷൻ ബലം. ഇനി ജലത്തുള്ളികളിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത്, ഇവിടെ ഗ്ലാസും ജലവുമാണ്. ഇവിടെ ജലതന്മാത്രകൾ മാത്രം, ആ ജലത്തുള്ളികളെ ആ തന്മാത്രയിൽ അല്ലെ ഹൈഡ്രജന് ഓക്സിജൻ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയതാണ് ഒരു ജലതന്മാത്ര. ഇവയെ അതിനുള്ളിൽ തന്നെ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷൻ ബലം. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. കുറേ ജലതന്മാത്രകൾ കൂടിയാലേ ഒരു തുള്ളി ജലമെങ്കിലും ആകത്തുള്ളൂ. ഒരു ജലതന്മാത്ര എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റവും പിന്നെ ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നതാണ്. പക്ഷേ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് അവയെ ഇങ്ങനെ ഒരു തുള്ളിയായിട്ടും അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമായിട്ടൊക്കെ നിറഞ്ഞു നിർത്താനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. അപ്പോൾ ഓക്കെ, ഒരു പ്രകൃതിയിലെ ബലങ്ങളെ പറ്റിയുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.